കുഞ്ഞിന് കാനല ഇടണം, കുഞ്ഞിന് ട്രിപ്പ് ഇടണം, അല്ലെങ്കിൽ കാനല ഇട്ട് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പേരൻസിന് വിഷമമാണ്. അങ്ങനെ ഒരു അമ്മയുടെ കഥയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അമ്മ എനിക്ക് അയച്ച മെസ്സേജാണ്, ഡോക്ടർ ഇതിനെപ്പറ്റി സംസാരിക്കണം, കുഞ്ഞിന് കാനല ഇടേണ്ടി വരുന്നു, കുഞ്ഞിന് അസുഖം കൂടി ആശുപത്രിയിൽ കൊണ്ടുചെല്ലുന്നു, കാനല ഇടണം, ട്രിപ്പ് ഇടണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറയുന്നു. അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നു. കാരണം അമ്മയ്ക്ക് കുഞ്ഞിന് കാനല ഇടുന്നത് വളരെയധികം ട്രോമാറ്റിക് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയി മാറുന്നു. അപ്പോൾ അമ്മ ചോദിച്ച ചോദ്യം എന്നോട് ചോദിച്ചാണ്, ഡോക്ടറെ, ഞാൻ ആ സമയത്ത് അനുഭവിച്ച വിഷമം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു, എന്നെ പുറത്ത് നിൽക്കാനാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ എൻ്റെ കുഞ്ഞിന് ചെറിയ പ്രായമാണ്, 1.5-2 വയസ്സാണ്, അവളുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് എന്നെ അകത്ത് കയറ്റിയില്ല? ഒരുപാട് കുഞ്ഞ് കരഞ്ഞു, തളർന്നു, അപ്പോഴാണ് അമ്മയെ അകത്ത് കയറ്റിയത്. അപ്പോൾ ഡോക്ടർ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ അമ്മമാരുടെ ഉള്ളിലുള്ള ചോദ്യമാണ്, എന്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മമാരെയും അല്ലെങ്കിൽ അച്ഛന്മാരെയും അകത്ത് കയറ്റുന്നില്ല, കൂടെ നിർത്തിയാൽ എന്താ? അപ്പോൾ അമ്മ പറഞ്ഞ ചോദ്യം ശരിയല്ലേ? കുഞ്ഞ് കൂടെ നിന്നാൽ അമ്മയും കൂടെ കുഞ്ഞും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവില്ലേ? പ്രധാനമായും ഓരോ ഹോസ്പിറ്റൽസും ഫോളോ ചെയ്യുന്ന പോളിസീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൾ പേരൻ്റൽ സപ്പോർട്ടാണ്. പക്ഷേ കുഞ്ഞിന് നമ്മൾ പിടിക്കുന്നതും അതുപോലെ കാനല ഇടുന്നതും ചിലപ്പോൾ കിട്ടാതിരിക്കുന്നതും ഒക്കെ ആകുമ്പോൾ ചിലപ്പോഴൊക്കെ ചില സിറ്റുവേഷൻസിൽ പേരൻസ് ടോളറൻസ്, ആ ക്ഷമ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ഹെൽത്ത് സഹായിക്കുന്ന സ്റ്റാഫിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവർ കുഞ്ഞിനെ പിടിക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് വിഷമം വരും, കുഞ്ഞിന് കാനല കിട്ടാത്തപ്പോൾ അമ്മയ്ക്ക് വിഷമം വരും, ചിലപ്പോൾ 2ാമത് കുത്തുമ്പം 3ാമത് കുത്തുമ്പം ആ കുത്തെല്ലാം സ്വന്തം കുഞ്ഞിനാണല്ലോ ഈ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത്, ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല പേരൻസിനും ഉൾക്കൊള്ളാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നത് ശരിയല്ല, കുഞ്ഞിനെ പിടിച്ചപ്പോൾ വേദനിച്ചു, അവൾക്ക് വേദനിച്ച് കാണില്ലേ എന്നൊക്കെ ചോദിച്ച സന്ദർഭങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഒരു അമ്മയ്ക്ക് കൂടെ ഈ അമ്മയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു മെസ്സേജ് അയച്ച അമ്മ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുകയും കുഞ്ഞിന് സപ്പോർട്ട് കിട്ടുകയും കുഞ്ഞ് വളരെയധികം ആ ഒരു സപ്പോർട്ടിൽ പെട്ടെന്ന് തന്നെ അവർക്ക് കാനല ഇടാൻ പറ്റി. അപ്പോൾ ഈ അമ്മ പറഞ്ഞ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അമ്മയ്ക്ക് കൂടെ നിന്നപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് തോന്നിയത്. അതായത് അവർ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്താൽ കുഞ്ഞ് കൂടുതൽ ബെറ്റർ ആവില്ലേ? പക്ഷെ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കാനല ഇടുന്ന സമയത്ത് നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിനെ കൂടെ നിർത്തുകയും ആ ഒരു സപ്പോർട്ട് ഹെൽത്തിന് സഹായിക്കുന്ന സ്റ്റാഫിനും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കാരണം അമ്മ ചോദിച്ച ചോദ്യം നമ്മളോട് എല്ലാവരോടാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് കാനല ഇടുമ്പോൾ അമ്മമാരെയും അച്ഛന്മാരെയും കൂടെ നിർത്തുന്നത് ശരിയല്ലേ? അത് ചെയ്താൽ കൂടുതൽ സപ്പോർട്ടല്ലേ കിട്ടില്ലേ എന്നാണ് അമ്മ ചോദിച്ചത്. അപ്പോൾ സപ്പോർട്ട് കിട്ടും, പക്ഷേ ഹെൽത്ത് സഹായിക്കുന്ന സ്റ്റാഫിന്, സിസ്റ്റേഴ്സിനാണെങ്കിലും നഴ്സിംഗ് സ്റ്റാഫിനാണെങ്കിലും തിരിച്ചും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.